ഒരു പാർട്ടി മെമ്പറെ പറ്റി സ്റ്റാലിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്റ്റാലിനെ പറ്റി കുറച്ച് ദേഷ്യം ഉണ്ടാവും. അദ്ദേഹം ഹിറ്റ്ലറുടെ ആക്രമണത്തെ തടയാൻ വേണ്ടി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു റഷ്യ. ഒരുപാട് ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് സത്യം. അത് റഷ്യയുടെ വിപ്ലവത്തിന് ദോഷകരമെന്ന് കരുതുന്നവരെയാണ് ഉപദ്രവിച്ചതെങ്കിലും കുറച്ച് ഇതായിപ്പോയി എന്നൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും മഹനീയമായ സ്ഥാനമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാവുക. അത് അന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ അതുപോലെ നോക്കി പരിശോധിക്കരുത്. പരിശോധിച്ച പ്രശ്നമാണ്. അപ്പോൾ അതിലേക്കും കിടക്കുന്നില്ല. അപ്പോൾ മനസ്സിലായി, അങ്ങനെയായിരുന്നു. കാരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലത്. അത് ലോകത്ത് എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും അവസാനിച്ച് ഈ സമൂഹം എല്ലാവരും തുല്യരാകുന്ന ഒരു മഹത്തായ സ്വപ്നമാണ് മാർക്സ് മുന്നോട്ട് വെച്ചത്. അത് നടപ്പിലാക്കാൻ ഒരുപാട് നൂറ്റാണ്ടുകളൊക്കെ വേണ്ടി വരും. അതിരിക്കട്ടെ. അപ്പോൾ മെമ്പറാണ്, അത് മതി. അപ്പോൾ അവിടെയാണ് നിങ്ങളിപ്പോൾ 56-ാം വയസ്സിലും ആദ്യം 55 ആയിരുന്നു, 56-ാം വയസ്സിൽ റിട്ടയർ ചെയ്തവരാണ്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ റിട്ടയർമെന്റ് വെച്ചിരിക്കുക 75. അപ്പോൾ റിട്ടയർ ചെയ്താലും എല്ലാവരും കൂടി ഇതുപോലും ഭാവി സമ്മേളനം ചെയ്യുമെന്നാണ് ഇപ്പം ഞാൻ സംശയിക്കുന്നത്. ഇതിപ്പോൾ CPI-യിലും ചേർന്നൊരു കോൺഗ്രസിനും വരാൻ പോവാണ്. ഗവൺമെന്റ് സർവീസ് എന്നത് ആവശ്യമാണ്, കാരണം അതിന് കാരണങ്ങളുണ്ട്, ശമ്പളമൊക്കെ കാരണം. പക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങനെ റിട്ടയർമെന്റ് ഒന്നും ഞങ്ങളുടെ പാർട്ടി പരിപാടി പറഞ്ഞിട്ടില്ല. അതാണ് ഞങ്ങളുടെ വേദവാക്യം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, പാർട്ടി പരിപാടി, പാർട്ടി പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ട് പറയാനൊക്കത്തുമില്ല. പക്ഷെ പ്രത്യേക സാഹചര്യത്തിൽ അത് കൊണ്ടുവന്നു. കമ്മിറ്റി ഞങ്ങളെല്ലാം അംഗീകരിച്ചതാണ്, കൈകൊണ്ട് തന്നെ അംഗീകരിച്ചു. പക്ഷേ EMSന്റെ AKKയുടെ കാലത്താണെങ്കിൽ എന്തായിരുന്ന സ്ഥിതി, അവർ എന്നാ റിട്ടയർ ചെയ്ത് പോയില്ലേ. അപ്പൊ അതൊക്കെ വേണ്ടപ്പെട്ടവര് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനെ പറ്റി ആളുകളില്ല. പിണറായി സാഹിബിനെ 75 കഴിഞ്ഞപ്പോൾ വേറെ മുഖ്യമന്ത്രിയാണ് ആളുമില്ലേ, അതിന് എക്സെപ്ഷൻ കൊടുത്തു. പിന്നെ മാതൃഭൂമി ഓൺലൈൻകാർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, 2026 പിണറായിക്ക് 81 വയസ്സാവും, വീണ്ടും മുഖ്യമന്ത്രിയാവാൻ ചാൻസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞ ചാൻസ് ഉള്ളത്? അപ്പൊ ആകുമെന്നാണോ? ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ചട്ടം വന്നിട്ട് 3 വർഷമായിട്ടേ ഉള്ളൂ. ചട്ടം കൊണ്ടുവന്നൊക്കെ അത് മാറ്റിക്കൂടെ, എന്താ കുഴപ്പം? ഈ ചട്ടം ഇരുമ്പൊലക്കൊന്നും അല്ലല്ലോ, ഇല്ലാത്ത പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ്. ഞങ്ങളെല്ലാം അംഗീകരിച്ചു. അത് ഗുണകരമല്ല. പറ്റിയ നേതാക്കന്മാരെ, ഉന്നത സ്ഥാനങ്ങളിൽ പൊതുജനങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്നവരെ കിട്ടാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ പോക്കറ്റിൽ ഒതുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഈ സമൂഹത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ താല്പര്യങ്ങളാണ് നോക്കേണ്ടത്. തോക്കുമെന്ന് നിർബന്ധമായി മനസ്സിലാക്കിയിട്ട് അസംബ്ലിയിലും പാർലമെന്റിലും ആളെ നിർത്തുന്നവരെ പറ്റി അതാണ് തോറ്റു പോകുന്നത്. ചുമ്മാ നിർത്തുക. പാർലമെന്റിലൊക്കെ തോക്കുമെന്ന് അതിനോടല്ലേ പലരും മത്സരിക്കും. ഇതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഇതെല്ലാം പൊതുവായി എല്ലാവരുടെയും കൂടി ഇടപെടൽ ആവശ്യമായ പൊതു കാര്യങ്ങളാണ്. അപ്പോൾ റിട്ടയർ ചെയ്തവരെ മറന്നില്ല. SN ട്രസ്റ്റ് അതിന്റെ ജനറൽ സെക്രട്ടറി ശ്രീധരൻ ഒരു എംപ്ലോയീസ് കൗൺസിൽ ഉണ്ടാക്കി. റജിമോനും എല്ലാം കൂടെ ചേർന്നത് ഉണ്ടാക്കി. ഡോക്ടർ വിഷ്ണു, സുമേഷ് ഞാൻ ഉണ്ടാക്കി. ഇവിടെ നിങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ എന്തൊരു സന്തോഷമായിരിക്കും. നിങ്ങളുടെ എല്ലാം മനസ്സിൽ നിങ്ങൾ SN കോളേജിൽ ഇപ്പം SN കോളേജ് മാത്രമല്ല, കൂടുതൽ പേരും മറ്റു സ്ഥലത്ത് പഠിപ്പിച്ചവരായിരിക്കും. കാരണം പിന്നെയാണ് ബഹുമാനായ ആശങ്കർ മിനിസ്റ്ററായപ്പോൾ മാത്രമാണ് 100ഓളം ജൂനിയർ കോളേജ് തുടങ്ങുക. അല്ലെങ്കിൽ കോളേജിലൂടെ കാണത്തില്ല 100ഓളം ജൂനിയർ